നമുക്കിന്ന് വീട്ടുമുറ്റത്ത് തന്നെ എങ്ങനെ ഇഞ്ചി കൃഷി ചെയ്യാമെന്നാണ് ഒരു വീഡിയോ ആണ് നോക്കുന്നത്. അപ്പോൾ ഇഞ്ചി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഇഞ്ചിയിൽ തന്നെ ചെറിയ ചെറിയ മുളകൾ കാണും. അത് നമുക്ക് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഇഞ്ചി കഷ്ണം കൂടി പൊട്ടിച്ച് നമുക്ക് കുഴിച്ചിടാം. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് നമ്മുടെ മുറ്റത്തു നിന്ന് തന്നെ ഇഞ്ചി പറിച്ചെടുക്കാം. മുളയില്ലാത്ത ഇഞ്ചി അണിച്ചാൽ നമ്മൾ ഒരു നനഞ്ഞ ചാക്കെടുത്ത് എന്നിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു മെത്തേഡും ഉണ്ട് ഇഞ്ചി മുളപ്പിക്കാനായിട്ട്. ഇനി ആദ്യം നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച ഇഞ്ചിനെ ഇപ്പോൾ കണ്ടില്ല, അതിൽ ഇങ്ങനെ ചെറിയ മുനപ്പ് പോലെ കാണുന്നുണ്ട്. അത് കുഴിച്ചിട്ടാൽ മതി, നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചിയൊക്കെ കിട്ടും. വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചിയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. നല്ല തന്നെ വിത്ത് നോക്കി കുഴിച്ചിടണം. മലയിഞ്ചിയൊക്കെ കുഴിച്ചിട്ടാൽ ഇഞ്ചിയുടെ അങ്ങോട്ട് ഗുണം കറിക്ക് അത്രയും ടേസ്റ്റ് കിട്ടില്ല. നല്ല നാടൻ ഇഞ്ചി ആകുമ്പോൾ നമുക്ക് നല്ല കറിയിലേക്കൊക്കെ നല്ല മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഈ മുളയുള്ളത് ഇങ്ങനെ ഇതുപോലെ പൊട്ടിച്ചെടുത്ത് നമുക്ക് കുഴിച്ചിടാം. അപ്പോൾ ആ മുളയോട് കൂടിയിട്ട് ഒരു കഷ്ണം കൂടിയാവും. പിന്നെ നമുക്ക് മണ്ണൊക്കെ ഒന്ന് കൂട്ടിയിട്ട് വരുമ്പോൾ നല്ലോണം ഉണ്ടാവും. ഇതിപ്പോൾ ഒരു ചാക്കെടുത്ത് സബോള ചാക്ക പഞ്ചസാര ചാക്ക അങ്ങനെ എടുത്ത് ഒന്ന് നനച്ച് വെള്ളത്തിൽ മുക്കി എടുത്തിട്ട് മുളയില്ലാത്ത ഇഞ്ചികളൊക്കെ ഇടുക. അപ്പോൾ നമുക്ക് അതിൽ നല്ല ശക്തിയിൽ മുള വരും. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ ഇങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് മുളകൾ വരും. ആ മുളയുള്ള ഭാഗം നോക്കിയിട്ട് നമുക്ക് മണ്ണിൽ കുഴിച്ചിടാം. അപ്പോഴും നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചിയൊക്കെ കിട്ടും. ഒരു ദിവസം കഴിഞ്ഞ് നോക്കിയാൽ കാണാം അങ്ങനെ മുളകൾ നല്ല കരുത്തിൽ വന്നിട്ടുണ്ടാവും. ഇഞ്ചി നമുക്ക് പറമ്പിൽ പറിച്ചിട്ട് നമുക്ക് കറിക്ക് ഉപയോഗിക്കാം. ഇഞ്ചി അങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ മുറ്റത്ത് തന്നെ തയ്യാറാക്കാം. അതിന് ഇഞ്ചിത്തടം നമ്മൾ ആദ്യം തയ്യാറാക്കണം. ഇഞ്ചിത്തടം തയ്യാറാക്കാനായിട്ട് ആദ്യം മണ്ണൊക്കെ ഒന്ന് നല്ലോണം കളച്ചെടുത്ത് ഇങ്ങനെ ഒരു തിട്ട പോലെ തയ്യാറാക്കണം. അതിലേക്ക് നമ്മൾ ചപ്പും ചവറൊക്കെ ഇട്ട് മണ്ണൊക്കെ ഇളക്കി, ഇതിപ്പോൾ ഞാൻ തയ്യാറാക്കിയാൽ അടിയിൽ ചപ്പും ചവറൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ടുണ്ട്. പിന്നെ ആഷ് കളറിൽ കാണുന്നത് വീട്ടിൽ കത്തിച്ചിട്ടുള്ള വെണ്ണീറാണ്, വിറക് കത്തിക്കണ ചാരാണ് ആ മുകളിലിട്ടുള്ളത്. അപ്പം നമുക്ക് ഇഞ്ചിക്ക് കേട് വരാണ്ടിരിക്കും. ഒരു കോലെടുത്തിട്ട് നമ്മളിതുപോലെ ചെറിയ ചെറിയ കുഴികളാണ് ഉണ്ടാക്കണം. എന്നിട്ട് നമുക്ക് ഒരേ വിത്ത് നമുക്ക് ഇതിലേക്ക് പാവാം. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ തന്നെ ഒരേ ഇഞ്ചി കിട്ടുമ്പോൾ അതിൻ്റെ മുകളിലുള്ളത് അനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കുഴി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇതുപോലെ കുഴിച്ചിടാം. ഇതിപ്പോൾ അധികം ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മളൊരു തിട്ട തയ്യാറാക്കിയിട്ട് ഇങ്ങനെ കുഴിച്ചിടാം. കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ട് ആ ഉണ്ടാക്കിയ കുഴികളിലൊക്കെ കുറച്ച് ഇട്ടിട്ട് എല്ലാ കുഴിയിലും ഇത്തിരി ഇടാം. അപ്പോൾ നമുക്ക് വരണ മുളയ്ക്കൊക്കെ നല്ല കരുത്തുണ്ടാവും. ഇഞ്ചിയുടെ മുളയ്ക്ക് നല്ലോണം ഇഞ്ചി ഉണ്ടാവും ചെയ്യും. ഇഞ്ചിയുടെ ഇലയൊക്കെ പഴുത്തിട്ട് വരുമ്പോഴാണ് നമുക്ക് പറിക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടുക. എന്നിട്ട് ഈ ഓരോ ഇഞ്ചിയുടെ മുളയുള്ള ഭാഗം മൂളിക്കാക്കി വെച്ചിട്ട് ഓരോന്ന് ഇങ്ങനെ അമർത്തി കുഴിച്ചിടാം. ഇപ്പോൾ ഇഞ്ചി പറിക്കാന്ന് പറഞ്ഞാൽ ഇഞ്ചിയുടെ ഇല മഞ്ഞയ്ക്കുക, അങ്ങനെ മഞ്ഞൾ പറിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇഞ്ചി അതിൻ്റെയൊക്കെ ഇല മഞ്ഞച്ച് ഉണങ്ങി വരുമ്പോഴാണ് അതിൻ്റെ ശരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുക. പക്ഷെ എന്നാലും നമുക്ക് ആവശ്യത്തിനൊക്കെ ഇത് പറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വീട്ടിൽ തീരെ ഇഞ്ചി ഇല്ലെങ്കിൽ നമുക്ക് പറിച്ച് അതിൽ നിന്ന് എടുക്കുകയും ചെയ്യാം. അങ്ങനെ എല്ലാതും ഇങ്ങനെ ഈ മണ്ണ് കൂട്ടിയിടുന്നതാണ് ഇഞ്ചിക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുക. നല്ലോണം ഇഞ്ചി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എല്ലാതും ഇങ്ങനെ കുഴിച്ചിട്ട് ചാണകപ്പൊടി ഇട്ട കുഴിയാണല്ലോ, അപ്പോൾ നല്ല കരുത്തോടെ തന്നെ മുള വരും. എന്നിട്ട് ഇങ്ങനെ മണ്ണും കൂട്ടി അമർത്തി വയ്ക്കാം. എന്നിട്ട് കുറച്ച് ഒന്ന് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആ ഇഞ്ചിയുടെ വിത്തും മണ്ണും കൂടി ഒന്ന് സെറ്റാവാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഉണങ്ങിയ ഇല തൂപ്പ് വാങ്ങാനും ഇടണം. അപ്പോൾ നമ്മുടെ ആ ഇഞ്ചിയുടെ മുളയ്ക്ക് അങ്ങനെ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് വെയിലേൽക്കില്ല, വാടാണ്ട് അങ്ങനെ നല്ല കരുത്തിൽ തന്നെ നിന്നോളും. ഒരു വളമാണ് താനും ഇഞ്ചിക്ക്. അത് കഴിഞ്ഞ് നമുക്ക് കോഴിയോ അങ്ങനെ വല്ല കീടങ്ങളൊക്കെ വന്ന് ചിക്കാണ്ടിരിക്കാനോ ഒക്കെ ആയിട്ട് ഇളകിയ മണ്ണായ കാരണം കോഴികളോ ഒക്കെ വന്ന് വേഗം ചിക്കും. അപ്പോൾ അതിന് നമുക്കൊരു ഓലപ്പട്ട വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി കൃഷി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം റിസൾട്ട് കിട്ടും.